4 ദശകങ്ങൾക്ക് മുമ്പ് 1980-കളിൽ ഞങ്ങൾ പട്ടാമ്പി കോളേജിൽ പഠിക്കുകയാണ്. ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ സുഹൃത്ത് സഖാവ് ഹൈദ്രസും പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ സൈക്കിളിൽ പോവുകയായിരുന്നു. എതിരെ ഒരാൾ നടന്നു വരുന്നു. എനിക്കറിയാമല്ലോ അയാളെ, പക്ഷെ എവിടെ വെച്ച് എങ്ങനെയാണ് പരിചയം? ജനക്കൂട്ടത്തോട് സംസാരിക്കുന്ന അയാൾ, പോലീസ് കസ്റ്റഡിയിലായ സഖാവ്, സൈക്കിൾ തിരിച്ച് 1-2 ലൈറ്റ് പോസ്റ്റുകൾ. ഞാൻ അയാളെ പിന്തുടർന്നു. പെട്ടെന്ന് എനിക്ക് ആളെ പിടികിട്ടി. സൈക്കിൾ മുന്നിലേക്ക് കയറ്റി നിർത്തി ഞാൻ ചോദിച്ചു, സഖാവ് വീണതല്ലേ? അന്ന് രാത്രി സഖാവ് ഞങ്ങളോടൊപ്പം അതേ സൈക്കിളിൽ വരികയും ഓങ്ങല്ലൂർ പാടത്ത് പോയിരുന്ന് രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്തു. 1945 ഡിസംബറിൽ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗ്രാമത്തിൽ കോയമ്പറമ്പത്ത് വീട്ടിലാണ് കെ വേണു ജനിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സ് തികഞ്ഞു. അടയാളങ്ങൾ പോലുള്ള ഫീച്ചർ ഫിലിമുകൾ, അതുപോലെ കനവുമലയിലേക്ക് പോലുള്ള ഡോക്യുമെൻ്ററികൾ, ഇതെല്ലാം ചെയ്ത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എത്തിക്കുന്നത് ഇടിമുഴങ്ങിയത് ആർക്ക് വേണ്ടി. അത് നേരത്തെ പറഞ്ഞ പോലെ മുൻ നക്സലൈറ്റ് നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കെ വേണു എന്ന ഒരു ചരിത്രപുരുഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ ഒരു ഫിലിം മേക്കർ നിലയിൽ ഇതിനോട് എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചു എന്നാണ് താങ്കൾ തോന്നുന്നത്? എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനൊരു പശ്ചാത്തലം എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള അതിൻ്റെ ബേസ് ഉണ്ട്. ഒരു 45 വർഷമായിട്ടെങ്കിലും കെ വേണുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം. ഈ ഡോക്യുമെൻ്ററി പറയുന്ന പോലെ തന്നെ ഡിഗ്രി കാലത്ത് ആണ് കെ വേണുവിനെ റോട്ടിൽ വെച്ച് കണ്ട് ആദ്യം അറിഞ്ഞ് പരിചയപ്പെട്ട് സംസാരിക്കുന്നത്. അവിടുന്ന് പോലുള്ള ഈ 45 വർഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ട്രാവലുണ്ട്. കുറേ കാലം ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും അതിനുശേഷമുള്ള ഇപ്പോൾ കെ വേണു പറയുന്ന ജനാധിപത്യ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ത്രീ വിമോചനത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ പല മേഖലകളിലൊക്കെ എനിക്കും കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയമായിട്ട് മൂലധനമായിട്ട് മാറുന്ന അവസ്ഥയുണ്ടായി. ആ കാലഘട്ടത്തിലാണോ അത്? അതെ, അതിൻ്റെ ഒരു ജനകീയ സാംസ്കാരിക വേദി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത്, ആ കാലത്ത് 80-കളിലാണ് അന്ന് വിദ്യാർത്ഥിയാണ്. 80-കളിലാണ് കെ വിയെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അന്ന് ഫുൾ ടൈമറായിരുന്നു പാർട്ടിയുടെ, ഞാനും ഫുൾ ടൈമറായിരുന്നു. അപ്പോൾ ആ കാലം കൊണ്ട് രാഷ്ട്രീയ ബന്ധം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുമിച്ച് പ്രവർത്തിച്ചൊരു കാലത്തിൻ്റെ അനുഭവങ്ങൾ അത് വ്യക്തിപരമായിട്ട് പോലും ഇപ്പോൾ കെ വിയുടെ വീട്ടുകാർ, ഇപ്പം മണിച്ചേച്ചിയെ, കുട്ടികൾ ഒക്കെ ആയിട്ടും നമ്മൾ വീട് പോലെ തന്നെയുള്ളൊരു ബന്ധം ഈ കാലം മുഴുവൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ കൂടെ അതിനേക്കാൾ കാര്യമായിട്ട് എനിക്ക് വ്യക്തി ജീവിതത്തിൽ പ്രചോദിപ്പിച്ച ഒരു സംഭവമുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്നുള്ള പുസ്തകമാണ്. പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റ് വർക്ക് എന്നെ സംബന്ധിച്ചോളം ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഉള്ളതിനേക്കാൾ പ്രീ പ്രൊഡക്ഷനാണ് എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ളത്. അത് അടയാളങ്ങൾ സിനിമയാണെങ്കിലും എല്ലാ ഘട്ടത്തിലും അങ്ങനെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങൾ നിരവധി തവണ അതിലൂടെ കടന്നു പോയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ട് ആ വർക്കിനെ സംബന്ധിച്ചോളം, അങ്ങനെയാണ് തോന്നുന്നത്. കെ വേണു നമ്മുടെ നാട്ടിൽ അപൂർവമായി കാണുന്ന ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്നുള്ള വംശത്തിൽ വരുന്ന ഒരാളാണ്. അങ്ങനെ അധികം ആളില്ല നമ്മുടെ ഭാഷയിൽ. അതേ സമയത്ത് അദ്ദേഹം ആക്ടിവിസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞു, അല്ലെ എം ഗോവിന്ദൻ എന്ന് പറഞ്ഞു, അവരൊന്നും ആക്ടിവിസ്റ്റുകളല്ല. വേണു ആക്ടിവിസ്റ്റുമാണ്. അപ്പോൾ അത് രണ്ടും കൂടി സമന്വയിച്ചിട്ട് വേണം ഇതിൽ വരുത്താൻ. അതിൽ അത്ഭുതകരമായ രീതിയിൽ MG ശശി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ ചിന്ത, പ്രത്യയശാസ്ത്രപരമായ ചർച്ച, ഹിംസയാണോ അഹിംസയാണോ നല്ലത്, എങ്ങനെയാണ് സമൂഹത്തെ മാറ്റി തീർക്കുക തുടങ്ങിയുള്ള ബുദ്ധിജീവികളുടെ ചർച്ച ആണ് ഇതിലെ പ്രമേയം. അപ്പോൾ അതിൽ വികാരം കൊണ്ടുവരാൻ വളരെ വിഷമം. കാരണം അത് വിവേകത്തിൻ്റെ ഒരു ഏരിയയാണ്, വിചാരത്തിൻ്റെ ഏരിയയാണ്. ഇതിലാണെങ്കിൽ അത്തരം പല സ്പർശങ്ങളും കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വേണുവിൻ്റെ അമ്മയെ പറ്റിയുള്ള ആ ഭാഗം വളരെ ഹൃദയസ്പർശകമായ ഒരു കാര്യമാണ്. അച്ഛൻ കണ്ണഞ്ചാത്ത് വേലായുധൻ നായർ, ഞാൻ കോയമ്പറമ്പത്തെ അമ്മാളും അമ്മ. ഞങ്ങൾക്ക് 7 മക്കളാ. ഇവനാണ് ഏറ്റവും ചെറുത്, വേണു. ഇവന്റെ മുകളിൽ 3 ആണും 3 പെണ്ണും. അമ്മ അന്നേ മെട്രിക്കുലേഷൻകാരിയാണ്, 10ാം ക്ലാസ്. രാമായണവും ഭാഗവതവും എല്ലാം അമ്മയ്ക്ക് ഏറെക്കുറെ മനഃപ്പാടമാണ്. അതിൻ്റെ സാരാംശങ്ങളെല്ലാം അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അന്നേ കല്യാണി വണങ്ങാൻ തയ്യാറല്ല എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മേ, ഈ ദൈവച്ച എന്താ? അത് വേണുട്ടാ, ദൈവച്ച നമുക്കൊരാശ്രയം, ഒരു സമാധാനം. മൂത്ത മക്കളെ കോളേജിൽ പഠിപ്പിക്കാനൊന്നും അമ്മയ്ക്ക് കഴിഞ്ഞില്ല.
പണമുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വലിയ മാനസികാസ്വസ്ഥ ഉണ്ടായിരുന്നു. വേണുട്ടിനെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ട്. പക്ഷെ അതിനിപ്പോ ആരാ അത്? ചെറുപ്പത്തിൽ കുറച്ചു കാലം ഞാനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ KJ ബേബിയും നാടുഗദ്ദിക ടീമും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു. അന്നെല്ലാം അമ്മ അവരോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ വേണു പഠിക്കുന്ന കാലത്തുള്ള യൗവന കാലത്തുള്ള ഒരു ചെറിയ പ്രണയത്തിന്റെ സൂചന, പിന്നെ ഭാര്യയായിട്ടുള്ള ബന്ധം, അതൊക്കെ എവിടേക്കോ സിനിമയിലേക്ക് പോകും. അതായത് അതില് തീർച്ചയായിട്ടും അത് വൈകാരികമായി നമ്മളെ സ്പർശിക്കും. നമുക്കത് സമയം പോകുന്ന അറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിരസത അതിലില്ല. പിന്നെ തീർച്ചയായിട്ടും അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര സന്ദർഭങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബാബരി പള്ളി പൊളിച്ച കാര്യം, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കാര്യം, അങ്ങനെ അനവധി കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഏറ്റവും അധികം വരുന്നത് കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. അത് വേണുവിന്റെ ആംഗിൾ നിലയിൽ വന്നിട്ടുണ്ട്. എല്ലാം അതിൽ വരാൻ പറ്റില്ല, കാരണം ഇതിനൊരു സമയപരിധി ഉണ്ടല്ലോ. എന്നിട്ട് തന്നെ 85 മിനിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ വേണുവിന്റെ ആംഗിൾ എന്നുള്ള ഒരു നക്സൽ ചരിത്രമുണ്ട്. പിന്നെ വേണുവിന്റെ പരിണാമം ഇതിൽ വരുന്നുണ്ട്. വേണുവിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത് അദ്ദേഹം സത്യസന്ധനാണ്. തനിക്ക് തെറ്റുപറ്റി, അല്ലെ തനിക്ക് വീഴ്ച പറ്റി, അല്ലെ തനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പരിണാമം മുഴുവൻ കാണിക്കുന്നുണ്ട്. പിന്നെ വേണുവായിട്ട് ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഈ പുതിയ കാലത്തിൻ്റെ രീതിയിൽ സ്ത്രീ പ്രശ്നങ്ങൾ നമ്മൾ വേറെ തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് വേണുണ്ടായിരുന്നത്. അതിലിപ്പോൾ വർഗസമരം എന്ന് പറയുന്നതിൽ ആണധികാരം എന്നുള്ള പ്രശ്നം വരുന്നില്ല, ആ ഒരു കാര്യം. അപ്പോൾ അതിലിപ്പോൾ VT ഭട്ടതിരിപ്പാടിനെ യൗവനകാലത്ത് വേണു കാണുന്ന ഒരു രംഗത്തിനകത്തുണ്ട്. അതിൻ്റെ സൂചനയൊക്കെ വളരെ മനോഹരമാണ്. കാരണം പിന്നീട് മാനുഷി എന്നുള്ള സാറാ ടീച്ചറുടെ നേതൃത്വത്തിൽ പട്ടാമ്പി കോളേജിൽ രൂപം കൊള്ളുന്നതിൻ്റെ ആശയം രൂപീകരിക്കുന്നത് വേണുവാണ്. ഇതുപോലെ പരിസ്ഥിതിയെ പറ്റി വേണുവിന് പ്രത്യേകമായ നിലപാടുണ്ട്. മലയാള ഭാഷയ്ക്ക് എല്ലാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മാതൃഭാഷകൾക്കുള്ള പ്രാധാന്യം, ഇതൊന്നും കമ്മ്യൂണിസത്തിൻ്റെ പാരമ്പര്യ പ്രത്യയശാസ്ത്ര ചർച്ചയിൽ വരുന്നില്ല. പിന്നെ പരിസ്ഥിതി പ്രശ്നം, അല്ലെങ്കിൽ ആദിവാസി പ്രശ്നം, അല്ലെങ്കിൽ ദളിത് പ്രശ്നം, അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രശ്നം, സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രശ്നം, അങ്ങനെ പുതിയ കാലവും പുതിയ ദേശവും ആവശ്യപ്പെടുന്ന അനവധി ചർച്ചകൾ ഉന്നയിച്ച ഒരാളാണ് വേണു. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട സൂചനകൾ ഇതിൽ വന്നിട്ടുണ്ട്. സ്വന്തം ലൈംഗികതയിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീകളുടെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും മോചനത്തിൻ്റെ അടിസ്ഥാന നിലപാട് തന്നെയാണ്. ഇന്നിപ്പോൾ സ്ത്രീകളോടും ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്ത് എന്ന് എല്ലാ സാമൂഹിക വിനിമയങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ വിമോചനം എന്ന ആശയവും പ്രയോഗവും വലിയ സാധ്യതയായി നിലനിൽക്കും. അത് സമൂഹത്തിൻ്റെ മുന്നോട്ട് പോകലിൽ വലിയ പങ്ക് വഹിക്കുന്ന ജനാധിപത്യ സാംസ്കാരിക വിഷയം തന്നെയാണ്. ഇടിമുഴങ്ങുന്നവർക്ക് വേണ്ടി എന്നൊരു ഡോക്യുമെൻ്ററി MG ശശി സംവിധാനം ചെയ്തതാണ്. നിർമ്മാതാവ് കോട്ടക്കൽ സ്വദേശി പ്രവാസിയുമായ അച്ചു ഉള്ളാട്ടിൽ. ഈ ഡോക്യുമെൻ്ററിയെ കുറിച്ച് എന്താണ്, താങ്കളാണ് അതിൽ കഥാനായകൻ, ഈ ഡോക്യുമെൻ്ററിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശശി ആയിട്ട് എനിക്ക് വളരെ കാലമായിട്ടുള്ള പരിചയമുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഞാനുമായിട്ടുള്ളത് ദീർഘ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും പലതരമായിട്ട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഇതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിനെക്കുറിച്ച് ശശി പറഞ്ഞപ്പോൾ ഞാനതിന് സമ്മതം മൂളുകയുണ്ടായത്. അതിനപ്പുറത്ത് ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ശശി ചെയ്ത, ശിവായിക്കുകയും പഠിക്കുകയും തയ്യാറെടുപ്പൊക്കെ ചെയ്ത 2 വർഷത്തോളം ശശി ഇതിനു വേണ്ടി പിന്നാലിച്ചതാണ്. അതെ, അതെല്ലാം ശശിയുടെ തന്നെ അതാണ്. ഞാനതിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ അതിന് മറുപടി പറയുന്നു. അത്രമാത്രമാണ് എൻ്റെ പങ്ക് അതിലുള്ളത്. ഈ ഡോക്യുമെൻ്ററി പൂർണ്ണമായിട്ടും ഈ ചരിത്രത്തോട് നീതി പുലർത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചരിത്രത്തോട് നീതി പുലർത്തി എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ചെറിയ പരിമിതമായ ഒരു കാലഘട്ടത്തിലെ വിഷയം മാത്രമാണ്. മർദ്ദനത്തിൻ്റെ ഭീകര രൂപങ്ങൾ തന്നെയാണ് അവിടെ കണ്ടിരുന്നത്. അതായത് അതിലേറ്റവും ഉരുട്ടലാണ്. 2 കാലും കെട്ടി 2 തള്ളവിരലും കെട്ടി വെച്ചിട്ട് ഒരു പലകേമ കിടത്തിയിട്ട് തൊട മുട്ടിൻ്റെ ചിരട്ടയുടെ ഭാഗം മുതൽക്ക് ആ മാംസള തുടഭാഗം മുഴുവനും തന്നെ ശരിക്കും ചതച്ച് ഉരുട്ടുന്ന രീതിയിലുള്ള ഒലയ്ക്കുകൊണ്ട് 2 പേര് എറിയുന്ന ഉരുട്ട്. അത് പലപ്പോഴും ആ എല്ലിൽ നിന്ന് ആ മാംസങ്ങൾ ഇങ്ങനെ അടർന്നു പോരുന്ന രീതിയിൽ പഴുത്തു വരും. ആ പഴുത്തതിലൊന്ന് തൊട്ടാൽ മതി പ്രാണം പോകും. ആ അവസ്ഥയിൽ വീണ്ടും ഇട്ട് ഇതൊക്കെ അനുഭവിച്ച അനവധി സാക്ഷികളുണ്ട്.
ഭീകരമായ കഥകൾ. ശശിനോട് ഞാൻ പറഞ്ഞു ഇതിന് വേണു എന്നുള്ളതിലല്ല, വേണു ഒരു ത്രെഡായിട്ട് നമുക്ക് പറയാനുള്ളത് ചെയ്യുന്ന രൂപത്തിൽ വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം വേണുവിനെ ന്യായീകരിക്കാൻ അതാത് കാലത്തുള്ള ന്യായീകരണം ഉണ്ട്. അതിലപ്പുറം ഇതാണ് ശരി എന്ന് പറഞ്ഞ് വേണുവാണ് ശരി എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇതില്ല. പക്ഷെ ആ വ്യക്തിയുടെ കുറേ സത്യസന്ധതയും സുതാര്യതയും അത് നമ്മൾ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഇതാണ്. ആ നിലയ്ക്ക് വേണം അതിനെ കൊണ്ടുപോകാൻ എൻ്റെ മനസ്സിലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഞാനൊന്ന് എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എഴുതിയിട്ടാണ് ഇത് ഉണ്ടായത്. പിന്നെ വേണം തന്നെ പൂർണ്ണമായിട്ടും അയച്ചു പറഞ്ഞാണ് ശരി, ഞാനൊരു ത്രെഡായിട്ട് പോട്ടെ, അല്ലാതെ എൻ്റെ മുകളിലൊരു ഫോക്കസ് വേണമെന്ന് എനിക്കുമില്ല ആഗ്രഹം എന്ന് പറഞ്ഞു. ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ മസ്തിഷ്കത്തിലുണ്ടായ ഒരു ജനിതക മാറ്റത്തിലൂടെയാണ് മനുഷ്യർ ഭാഷ ഉപയോഗിക്കാൻ പ്രാപ്തരായി. ഭാഷയുടെ പ്രാധാന്യത്തെ ആശയവാദപരമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റുകൾ തള്ളിക്കളയുന്നു. ഭാഷാദേശീയതയ്ക്ക് ജാതി മത വർഗ വർണ്ണ ലിംഗഭേദങ്ങളില്ല. കാക്കയെ കാണിച്ച് അമ്മ കുട്ടിക്ക് കാക്ക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ കാക്കയുടെ ചിത്രവും കാക്ക എന്ന ശബ്ദവും പതിയുന്നു. പിന്നീട് കാക്ക എന്ന ശബ്ദം കേൾക്കുമ്പോൾ കാക്കയുടെ ചിത്രം കുട്ടിയുടെ മനസ്സിൽ തെളിയുന്നു. കാക്കയെ കാണുമ്പോൾ കാക്ക എന്ന വാക്കും, പിന്നെ കുട്ടി കാക്ക എന്ന് ഉച്ചരിക്കുന്നു. അതാണ് ഭാഷ. അതിർത്തിപരവും കാലാവസ്ഥാപരവുമായ ഒരു പ്രത്യേക ഭൂപ്രകൃതിയിൽ തനതായ കൃഷിയിലൂടെ, ഭക്ഷണത്തിലൂടെ, സംസ്കാരത്തിലൂടെ, വിപണിയിലൂടെ രാഷ്ട്രീയമായി രൂപപ്പെടുന്നതാണ് ഭാഷാദേശീയത. അവിടുത്തെ ആശയവിനിമയത്തിൻ്റെ ഉപാധി അവിടുത്തെ ഭാഷയാണ്. അവിടുത്തെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ചാലകശക്തിയും അവിടുത്തെ ഭാഷയാണ്. അതാണ് മലയാളി ദേശീയത ഉൾപ്പെടെയുള്ള ഭാഷാദേശീയതകളുടെ അടിസ്ഥാനം. അത് പ്രത്യേകിച്ച് ഇതിനുള്ള പ്രധാന കാരണം എസ്റ്റാബ്ലിഷ്ഡ് സംവിധാനങ്ങൾ, രാഷ്ട്രീയമായാലും മതമായാലും എല്ലാം തന്നെ അവരെല്ലാം ഓരോരോ ഐഡിയോളജി അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ത് വേണമെങ്കിലും പറയണം, അതിലങ്ങ് കുടുങ്ങിക്കിടക്കുന്നവരാണ്. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലും ഒരു ഒരു സുതാര്യതയോടുകൂടി ഞാൻ വിശ്വസിച്ചത് ശരിയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥത വേണം ഞാൻ വിശ്വസിച്ചത് തെറ്റായിരുന്നു എന്ന് പറയാനും. EMS-ഉമായിട്ട് നമുക്ക് മറ്റൊരർത്ഥത്തിൽ താരതമ്യം ചെയ്യാവുന്ന ഒരു ദൈക്ഷണിക സംഭാവനയാണ് വേണുവിൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ വേണു ഇപ്പോൾ എത്തപ്പെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തത്തിൻ്റെ, ഇപ്പം 90-കൾക്ക് ശേഷം വേണു സോഷ്യലിസത്തെയും കമ്മ്യൂണിസ്റ്റൊക്കെ തള്ളിപ്പറയുകയും ഇനി ജനാധിപത്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുകക്ഷി പാർലമെന്ററി സംവിധാനവും മാത്രമാണ് മനുഷ്യരാശിക്ക് ഏക ആശ്രയിക്കാവുന്ന ഏറ്റവും ഉചിതമായ ഒരു വ്യവസ്ഥ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ന് ലോകത്ത് ഈ നിയോ ലിബറലിസത്തിൻ്റെ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ബയോടെക്നോളജിയുടെയും ഒക്കെ തന്നെ സാങ്കേതിക ജ്ഞാന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വികസിക്കുന്ന പുതിയ മുതലാളിത്തം, ആ മുതലാളിത്തത്തിന് മനുഷ്യരാശിയുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, പ്രത്യേകിച്ച് സോവിയറ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ പരിമിതികൾ, അതിൻ്റെ തൊഴിലാളി വർഗ പാർട്ടിയും തൊഴിലാളി വർഗ ഭരണകൂടവും എങ്ങനെയാണ് വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നത്, സ്റ്റാലിൻ്റെ കാലത്തുണ്ടായ അതിക്രമങ്ങൾ, ഇതെല്ലാം തന്നെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇന്ത്യയിലെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഉൾക്കാഴ്ചയുണ്ടാക്കുന്നതിനുള്ള കുറച്ച് സാഹസികമായ ഇടപെടലുകൾ വേണുവിൻ്റെ ഭാഗത്തുനിന്ന് ചിന്താരംഗത്തും ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അന്യായം നേരിടുന്ന ഒരു കൂട്ടരാണ് സ്ത്രീകൾ, വേറൊരു കൂട്ടരാണ് ട്രാൻസ്ജെൻഡേഴ്സ്, വേറെ ഒരു സംഗതിയാണ് പ്രകൃതി, വേറൊരു കൂട്ടരാണ് ആദിവാസികൾ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ പരിമിതി തിരിച്ചറിഞ്ഞത് പുറത്തു കിടന്ന ഒരാളാണ് വേണു. പിന്നെ ഒരിക്കലും ഒന്നിനും ഹിംസ പരിഹാരമല്ല. ഹിംസ കൊണ്ട്, ആയുധം കൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. തൽക്കാലത്തേക്കാണ് ആ പരിഹാരങ്ങളൊക്കെ. പരിഹരിക്കണമെങ്കിൽ ആശയം വേണം. ആ ആശയം ഉണ്ടാക്കുന്ന ഒരാളാണ് വേണു. ഇപ്പോൾ ജനാധിപത്യം, കമ്മ്യൂണിസ്റ്റാണ് ജനാധിപത്യ സങ്കല്പം. അപ്പോൾ മാർക്സ് പറഞ്ഞ ആശയമാണിത്. ആശയം എന്ന് പറയുന്ന ഒരു ഭൗതിക വസ്തുവാണ്. അത് വലിയൊരു ശക്തിയാണ്. അത് മറ്റെന്തും പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ ആശയദാതാവാണ് വേണു. അപ്പോൾ വേണുവിൻ്റെ ആശയങ്ങൾ, അതുപോലെ മറ്റുള്ളവരുടെ പുതിയ ആശയങ്ങൾ, അതിൽ പ്രത്യയശാസ്ത്രം എന്നതിന് പേര് പറഞ്ഞുകൊള്ളണമെന്നില്ല, അതൊരു ചിട്ടയായിട്ട് വളർത്തിക്കൊണ്ടുവന്നോണമെന്നില്ല, അതിനൊരു സംഘടന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സംഘടന ഉണ്ടാവാല്ലാതിരിക്കാം, സംഘടന ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ വേണം. രാഷ്ട്രീയ മൂല്യങ്ങളിലാണ് വേണു നിൽക്കുന്നത്.
പാർട്ടിക്കൂറല്ല അതിലെ കാര്യം. നമുക്ക് പാർട്ടിക്കൂർ വേണ്ടേ? CPM പോയാൽ എന്ത്, അല്ലെ CPI പോയാൽ എന്ത് വരും, കോൺഗ്രസ് പോയി, അതല്ല. കോൺഗ്രസ് പോയി അല്ലെങ്കിൽ CPI പോയി, CPM പോയി എന്നുള്ളതൊന്നല്ല. ഇവിടെ അടിച്ചമർക്കപ്പെടുന്ന ആളുകളുണ്ടോ, മർദ്ദിതരുണ്ടോ, ചൂഷിതരുണ്ടോ, അവഗണിക്കപ്പെടുന്നവരുണ്ടോ, അവമാനിക്കപ്പെടുന്നവരുണ്ടോ? അതായത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയാണ് വേണു എന്നും ജോലി ചെയ്തത്. അത് എന്നും പ്രസക്തമാണ്. രാഷ്ട്രീയ ചിന്തകൻ എന്നൊരു ജീവി അത്യപൂർവം. കേസരി ബാലകൃഷ്ണപിള്ളയോ, CJ തോമസോ, ഗോവിന്ദനോ, PK ബാലകൃഷ്ണനോ, NP മുഹമ്മദോ, പിൽക്കാലത്ത് B രാജീവനോ ഒക്കെ വരുന്ന ആ കൂട്ടത്തിലാണ് വേണു വരിക. പക്ഷേ അറിയപ്പെടുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ പറ്റി വലിയ പരിഭ്രമമാണ്. കാരണം സോളജിയിൽ MSc വളരെ പ്രശസ്തമായ രീതിയിൽ ഗോൾഡ് മെഡൽ വാങ്ങി പാസ്സായ ഒരാള് ഇങ്ങനെ നക്സൽ രാഷ്ട്രീയത്തിലേക്ക്, എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി അവരുടെ ആത്മാർത്ഥതയെ പറ്റി എത്ര ബഹുമാനം ഉണ്ടെങ്കിലും അവരുടെ രീതിയെ പറ്റി യാതൊരു മതിപ്പുണ്ടായിരുന്നില്ല. പിന്നെ ആണ് വേണുവൊക്കെ വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ സങ്കല്പം എന്നുള്ള പുസ്തകം എഴുതുന്നത്. അപ്പോഴാണ് അദ്ദേഹം ജനാധിപത്യത്തിന്റെ വഴിക്ക് പൂർണ്ണമായി വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, എപ്പോഴും രാഷ്ട്രീയത്തെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്താന്ന് ചോദിച്ചാല് അത് സാധാരണ മട്ടിലുള്ള ഗാന്ധി പറയുന്ന ജനാധിപത്യമോ, ഇന്നിപ്പോ ഇവിടുത്തെ മതക്കാര് പറഞ്ഞ ജനാധിപത്യമോ, അല്ലെ പാർട്ടിക്കാർ പറഞ്ഞ ജനാധിപത്യമോ ഒന്നും അല്ല. അതൊരു സ്വപ്നമാണ്. ഹിംസ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച കേരളത്തിലെ ഒന്നാമത്തെ ആളുടെ പേര് K. വേണു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആവിഷ്കരിക്കുന്ന സ്വപ്നം ശ്രദ്ധിക്കാൻ നമുക്ക് ചുമതലയുണ്ട്. തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ച ശേഷം K. വേണു മാനവികതയുടെയും സാമൂഹ്യ നീതിയുടെയും തുറന്ന വിശാല തരങ്ങൾ തേടുന്ന ഒരു ജനാധിപത്യ അന്വേഷകനായി മാറുകയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ 4 തരം ഫാസിസങ്ങളെ ചെറുക്കേണ്ടതുണ്ട്. ഒന്ന് പൊതുവിൽ നിലനിൽക്കുന്ന ഭരണകൂട ഫാസിസം, മറ്റൊന്ന് വർഗീയ ഫാസിസം, ഇനിയൊന്ന് സൈനിക ഫാസിസം, 4മതായി സോഷ്യൽ ഫാസിസം. ഇന്ത്യയിലാണെങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായുള്ള സമരങ്ങൾ, ഭരണഘടന സംരക്ഷിക്കുന്നതിനായുള്ള ജനകീയ മുന്നേറ്റങ്ങൾ എന്നിവ തുടരണം. മതേതര ഭരണഘടനയുടെ 4 തൂണുകൾ സംരക്ഷിക്കാനുള്ള ജാഗ്രത പുലർത്തണം. പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആൾ വിശ്വസിക്കുന്നതിൽ അങ്ങോട്ട് തീവ്രമായി ഇടപെടുകയും അതിനുവേണ്ടി ഒരുപടി യാതന അനുഭവിക്കുക. പക്ഷെ അതിന്ന് ഒന്നും അയാൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും അയാൾ കൊയ്തെടുത്തിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ആ സത്യസന്ധത കൊണ്ട് തന്നെ അയാൾ ഞാൻ ചെയ്തത് അബദ്ധമായി, അത് കാരണം കുറേ പേരുകൾ വിഷമിച്ചു, കുറേ ആളുകൾ പീഡനം അനുഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ എന്നൊക്കെ അയാൾക്ക് അതിൻ്റെ കുറ്റബോധമൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും അത് ശരിയായില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വേദന ഉണ്ടാവും. അത് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കായാലും ഏത് ചെറിയ കാര്യമായാലും നമുക്കൊരു വിഷമം ഉണ്ടായില്ല. പക്ഷെ അതിന് ശരി എന്ത് എന്നുള്ള അന്വേഷണത്തിലേക്ക് ശരി ഇതായിരുന്നു എന്ന് ഞാനിപ്പോൾ തോന്നുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ ശരി എന്ന് പറയാനുള്ളൊരു സത്യസന്ധത, രാഷ്ട്രീയ സത്യസന്ധത, അത് വേണം. അതിപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ പ്രശ്നമാണ്. സ്വത്വത്തെ അഖണ്ഡത കൊണ്ടും സാർവദേശീയത കൊണ്ടും മാച്ചു കളയാനാവില്ല. ഭൂമി സ്വയം പൊട്ടിത്തെറിച്ച് നിങ്ങളെ ചുട്ട് ചാമ്പലാക്കും. എന്റെ കറുപ്പ് എന്റെ അഭിമാനമാണ്, എന്റെ അന്തസ്സാണ്. പെണ്ണുപൂക്കണ നാട്ടിൽ എത്തിച്ചു തരൂ, താലിയും മാലയും പൊട്ടിച്ചു തരാം. എന്റെ ഭാഷ എന്റെ അഭിമാനമാണ്, എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. മതിലുകൾ കെട്ടി മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റുകയല്ല, മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള പാലപ്പണിയുകയാണ് നമ്മൾ മനുഷ്യർ ചെയ്യേണ്ടത്. അദൃശ്യരെ ദൃശ്യരാക്കുകയും കേൾക്കാത്തവരെ കേൾപ്പിക്കുകയും നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുകയുമാണ് ശരിയായ ജനാധിപത്യം. ജനകീയ ഇച്ഛ ഒരു വലിയ പ്രതീക്ഷയാണ്, നീരൊഴുക്കാണ്. അത് ഉറവകളായി, നീർച്ചാലുകളായി, കൈവഴികളായി, അരുവികളായി, തോടുകളായി, പുഴകളായി ജനാധിപത്യത്തിൻ്റെ മഹാസാഗരത്തിലെത്തും. കാരണം അത് അനിവാര്യമായ ചരിത്ര പ്രക്രിയയാണ്. പണ്ട് ചൈനയിൽ തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ച ഒരു വൃദ്ധനെ മറ്റുള്ളവർ വിഡ്ഢി എന്ന് പരിഹസിച്ചു. വൃദ്ധന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് ശേഷം എൻ്റെ അടുത്ത തലമുറ വരും, പിന്നെ അതിനടുത്ത തലമുറ. അങ്ങനെ തലമുറകൾ ഒത്തുചേർന്ന് ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ നീങ്ങും, പുതിയ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും.